ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ചാനലൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആണല്ലോ നമ്മൾ എപ്പോഴും ഇടുന്നത്. അപ്പം ഫ്രണ്ട് ആരെങ്കിലുമൊക്കെ ജോബ് വേക്കൻസി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവരോട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ എന്താണെന്നറിയോ, ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ഫ്രണ്ട്സ് ലാബ് ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് വേക്കൻസി ഒന്നും ഞാൻ ലാബ് ടെക്നീഷ്യൻ്റെ കണ്ടില്ല, പക്ഷേ 1-2 വേക്കൻസി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണമാണ് വെർഡി എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട് ഖത്തറിൽ. അവർ ലാബ് ടെക്നീഷ്യൻ്റെ ഒരു വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി ഞാൻ കണ്ടിട്ട്. അപ്പോൾ അതൊരു ക്ലിനിക്കിലേക്കാണ്. അവരതിന് ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി പ്ലസ് 3 years എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരെണ്ണമുണ്ട്. ഇവിടെ ഒരു പവർ ഇൻ്റർനാഷണൽ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ ഒരു മാൻ പവർ കമ്പനി ഉണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടു ലബോറട്ടറി ടെക്നീഷ്യൻ്റെ വേക്കൻസി. അതിന് അവർ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രിയാണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബാച്ചിലർ ഡിഗ്രി പ്ലസ് 4 years എക്സ്പീരിയൻസ് അവർ അതിൻ്റെ അകത്ത് റിക്വയർമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 4 years എക്സ്പീരിയൻസിൽ അവർ GCC എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലബോറട്ടറി ടെക്നീഷ്യൻ്റെ ബാച്ചിലർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആൾക്കാർ, QCHPയുടെ ലൈസൻസ് ഒക്കെ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ ലിങ്ക്. അതുപോലെ തന്നെ വേറെ ഒരു വേക്കൻസിനെ കുറിച്ച് പറയാനുള്ളത്, ഇന്ന് ഖത്തർ എയർവേസിൽ മെഡിക്കൽ സപ്ലൈസ് ഓപ്പറേഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. ഖത്തർ എയർവേസ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ സപ്ലൈസ് ഓപ്പറേറ്റേഴ്സ് മാനേജർ, അതാണ് പോസ്റ്റിൻ്റെ പേര്. അതിന് എൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് മാസ്റ്റർ ഡിഗ്രിയാണ് അവർ പറയുന്നത്. മാസ്റ്റേഴ്സ് വേണം, പ്ലസ് ഈ സപ്ലൈ ചെയിനിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ് സപ്ലൈ ചെയിനിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഖത്തർ എയർവേസ് ആണ്, നല്ല അടിപൊളി കമ്പനിയാണല്ലോ. അപ്പം മെഡിക്കൽ സപ്ലൈസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഖത്തർ എയർവേസ് ആണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ ആ ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. ഖത്തർ എയർവേസിൻ്റെ അവരുടെ സൈറ്റിലാണ് ആ വേക്കൻസി ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ സൈറ്റിൽ കയറാൻ പറ്റില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ വേറൊരു അടിപൊളി വേക്കൻസി ഉണ്ടായിരുന്നു, ഡെൻ്റൽ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ അവർ ഫിലിപ്പീനോസിനാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, തഗാലോഗ് സ്പീക്കേഴ്സിനാണ്. അവരതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് തഗാലോഗ് സ്പീക്കേഴ്സിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇട്ടിരിക്കുന്നത്. 2 years ഡിപ്ലോമ പ്ലസ് 4 years എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അത് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്, ഡെൻ്റൽ ടെക്നീഷ്യൻ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ പിന്നെ എന്താ ഫിലിപ്പിനോ ഫ്രണ്ട്സൊക്കെ ഡെൻ്റൽ ടെക്നീഷ്യൻ്റെ ജോബ് നോക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയാലോ, ആരെങ്കിലുമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എനിക്ക് വന്ന കമൻസ് ആണ് നേഴ്സസിന്. ഞാൻ കുറേ വേക്കൻസി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേഴ്സസിൻ്റെ. അപ്പോൾ ജസീന ഹ്യൂമൻ റിസോഴ്സിൽ ഇട്ട വേക്കൻസി അതെല്ലാം ക്ലോസ്ഡ് ആയി കേട്ടോ. അത് 2 ദിവസമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അത്രയ്ക്കും ആൾക്കാരുണ്ട് അതിന് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ക്ലോസ് ആകുന്നത്. അപ്പോൾ പ്രോഗ്രാം ഡാറ്റ ഫ്ലോയും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതുകൊണ്ട് ജസീനയുടെ ഇടുന്ന അത് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണല്ലോ, അപ്പോൾ വേക്കൻസി ഇടുന്ന അനുസരിച്ച് അത് ക്ലോസ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു നഴ്സസിൻ്റെ വേക്കൻസി ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടൊരു വീഡിയോ ഉണ്ട്. അമാൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് ICU സ്പെഷ്യലൈസ് ചെയ്ത നഴ്സസിൻ്റെയും രജിസ്റ്റേർഡ് നഴ്സസ്, അങ്ങനെ 2-3 സ്പെഷ്യാലിറ്റിയിൽ അവർ നഴ്സസിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. കുറച്ച് ദിവസമായി ഇട്ടിട്ട്, പക്ഷേ അവർക്ക് എപ്പോഴും ഓപ്പണിങ്സ് കാണും അവിടെ. അമാൻ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റിലും ഒത്തിരി നഴ്സസിൻ്റെ വേക്കൻസി ഉണ്ട്. അതിൽ കയറി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ
പവർ ഇൻ്റർനാഷണൽ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ മാൻ പവർ ഏജൻസിയുടെ അണ്ടറിലും ഒരുപാട് നേഴ്സസിൻ്റെ വേക്കൻസി അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഹമദ് ഹോസ്പിറ്റലിൻ്റെ അത്ര നല്ല അടിപൊളി ഇതൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ അത്യാവശ്യം സാലറി ഒക്കെയുള്ള നല്ല പോസ്റ്റൊക്കെയാണ്. അപ്പോൾ നേഴ്സസിൻ്റെ വേക്കൻസി ഒക്കെ നോക്കുന്ന ആൾക്കാർ ഈ 3 ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. എന്നിട്ട് അപ്ലൈ ചെയ്യുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.